രാമായണത്തിന്റെ സന്ദേശം നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും എത്തുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് സ്വാമി ജ്ഞാനാമൃതാനന്ദപുരി പറഞ്ഞു. രാമായണവും അത് നൽകുന്ന സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ കുടുംബാന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാമായണം ആഘോഷങ്ങൾക്കല്ല, ആ മഹത് ഗ്രന്ഥത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിതം അർത്ഥപൂർണമാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടതെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരി നമഃ. കർക്കിടക മാസമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു പേര് രാമായണം എന്നതായിരിക്കും. കാരണം കർക്കിടക മാസം രാമായണ മാസം എന്ന നിലയിൽ ആചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. രാമായണം എന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിന് ഇത്രമാത്രം പ്രചാരം കേരളീയ സമൂഹത്തിൽ ലഭിച്ചിട്ട് എത്രമാത്രം ഗുണപരമായ മാറ്റം നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുടുംബ അന്തരീക്ഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു 10-40 വർഷം മുൻപ് ഉണ്ടായിരുന്ന ഒരു കുടുംബ അന്തരീക്ഷമല്ല ഇന്ന് കേരളീയ കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കണക്കുകൾ നോക്കിയാൽ അത് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അതേപോലെ തന്നെ വൃദ്ധജനങ്ങൾ അവഗണിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അതും ഇന്ന് കേരളീയ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കൗൺസിലിംഗ് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ രാമായണം എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിന് മലയാളികളുടെ ഇടയിൽ ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുമ്പോഴും അതിൻ്റെ സന്ദേശം കുടുംബങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഏതൊരു ഗ്രന്ഥം വായിക്കുമ്പോഴും അതിന് പിന്നിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും. ചില ആളുകൾ നോവലുകളും മറ്റും വായിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു നേരം പോക്കിനായിരിക്കും, ഒരു ടൈം പാസിന് വേണ്ടി. ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തെ അങ്ങനെ ഒരു ടൈം പാസിന് വേണ്ടി വായിക്കുന്ന ആൾക്കാരുണ്ടാകും. മറ്റു ചിലരാകട്ടെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ വിമർശിക്കുന്നതിന് വേണ്ടി വായിക്കുന്നവരുണ്ടാകും. പക്ഷേ ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുന്നത് അതിലെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അമ്മ പറയാറുണ്ട്, രാമായണം വായിക്കുന്നത് രാമനായിത്തീരുന്നതിന് വേണ്ടിയായിരിക്കണം. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ രാമായണത്തെ സമീപിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രാമായണവും അത് നൽകുന്ന സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ കുടുംബ അന്തരീക്ഷം ഈ നിലയിലേക്ക് അധപ്പതിക്കുകയില്ലായിരുന്നു. അപ്പോൾ രാമായണ ആഘോഷങ്ങൾ നടത്തുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൽ രാമായണം നൽകുന്ന സന്ദേശങ്ങൾ ചർച്ച ചെയ്യുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിത അന്തരീക്ഷം കുറച്ചുകൂടി സന്തോഷപ്രദമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവിടെ അച്ഛൻ്റെ ധർമ്മം എന്തായിരിക്കണം, അമ്മയുടെ ധർമ്മം എന്തായിരിക്കണം, ഭാര്യയുടെ ധർമ്മം എന്തായിരിക്കണം, മക്കളുടെ ധർമ്മം എന്തായിരിക്കണം, സഹോദരന്മാർ തമ്മിൽ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ജീവിതത്തിൻ്റെ ഒരു മാനുവലാണ് രാമായണം എന്ന് നമുക്ക് പറയുവാൻ കഴിയും. രാമൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ അത്രമാത്രം കഷ്ടപ്പാടുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുവാൻ കഴിയില്ല. കാര്യം സീതാ അപഹരണത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ വളരെ ദുഃഖിതനായി ലക്ഷ്മണനോട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം ദുഃഖങ്ങൾ വന്നു ചേരുവാൻ കാരണം എന്താണ്? ഞാൻ ധാരാളം പാപം ചെയ്തിട്ടുണ്ടാകും. കഴിഞ്ഞ ജന്മത്തിലെ എൻ്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലമായിരിക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകൾ എന്നാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത്. അല്ലാതെ തനിക്ക് നേരിട്ട കഷ്ടതകളിൽ ശ്രീരാമചന്ദ്രൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് ഈ ഞാൻ അനുഭവിക്കുന്നതിൻ്റെ എല്ലാം കാരണക്കാരൻ ഞാൻ തന്നെയാണ്, മുൻകാലങ്ങളിൽ ഞാൻ ചെയ്ത എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന തിരിച്ചറിവിൽ കർമ്മങ്ങൾ ചെയ്ത് പ്രയത്നിച്ച് അതിൻ്റെ പ്രതിവിധി കണ്ടെത്തുകയാണ് ശ്രീരാമൻ ചെയ്തത്. സീതാദേവി നഷ്ടമായി എന്ന് കണ്ട് കരഞ്ഞുകൊണ്ടൊരിടത്തിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് സീതാദേവിയെ വീണ്ടെടുക്കുവാനുള്ള കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയാണ് ശ്രീരാമചന്ദ്രൻ ചെയ്തത്. പക്ഷേ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ശ്രീരാമചന്ദ്രൻ ഒരിക്കലും ധർമ്മത്തിൽ നിന്നും അണുവിട പോലും വ്യതിചലിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ഒരു മനുഷ്യൻ്റെയും ജീവിതം നേർരേഖയിലുള്ളതല്ല, കഷ്ടതകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, രാമൻ്റെ അത്രയും കഷ്ടതകൾ ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ആ മുഖമായിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ശ്രീരാമചന്ദ്രൻ കാണിച്ചു തന്ന മാതൃകയായിരിക്കണം നമ്മൾ പിന്തുടരേണ്ടത്.
നമ്മുടെ കഷ്ടതകളിൽ മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രയത്നം ചെയ്ത് വിജയം വരിക്കുവാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന നമ്മുടെ കഷ്ടതകളിലും വിഷമങ്ങളിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ജീവിതം ഒന്നുകൂടി ദുസ്സഹമാക്കുന്നതിന് പകരം തനിക്ക് നേരിടേണ്ടി വരുന്ന ഏതൊരു കഷ്ടതയ്ക്കും കാരണക്കാരൻ തൻ്റെ കർമ്മങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നത്തെ കർമ്മങ്ങൾ ധർമ്മത്തിനനുസൃതമായി ചെയ്യുക എന്ന വലിയ ഒരു സന്ദേശം രാമായണത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം കൂടുതൽ ശോഭനമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ.